ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പി ആയാലോ. സാധാരണ ഞാൻ വെക്കുന്നതിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു കപ്പോളം കടല തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് രണ്ടോട്ടം നോക്കി ക്ലീനാക്കി കുക്കറിലിട്ടതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി, ഞാൻ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതിട്ട് കേട്ടോ. പിന്നെ പാകത്തിന് വെള്ളം, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5-6 വിസിലടിച്ചാൽ കടല വെന്ത് കിട്ടുവേ. അങ്ങനെ കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കാണ്ട്. അപ്പോൾ ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, എരിവിന് പാകത്തിനനുസരിച്ചിട്ട് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലല്ലേ, അതിൽ നിന്നൊരു പിടി എടുത്തിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മിക്സി ജാറൊന്ന് ചുറ്റിയ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിക്ക് കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പിടി തേങ്ങാക്കൊത്ത് ഇട്ടോ. തേങ്ങാക്കൊത്ത് നിർബന്ധമാണ്. തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കുറുക്കിയ കറി റെഡിയാണ് കേട്ടോ. ഈ കടലക്കറി ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല കുറുക്കിയ കടലക്കറിയില്ലേ, ആ ഒരു ടൈപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അർബാണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.